മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതോടെ സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യം വീണ്ടും സജീവ ചർച്ചയാകുന്നു. പ്രായോഗിക പഠനം നടത്താൻ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ മൂവാറ്റുപുഴയിൽ വ്യക്തമാക്കിയത്. പതിറ്റാണ്ടുകളായി ഉയർന്നു കേൾക്കുന്ന തിരൂർ ജില്ലാ ആവശ്യവും ഇതോടൊപ്പം ചർച്ചകളിൽ വീണ്ടും സജീവമായി. തലസ്ഥാന ജില്ലയെ വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. നേരത്തെ ബജറ്റിലും മുഖ്യമന്ത്രി ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ കാര്യം പ്രഖ്യാപിച്ചിരുന്നു. പുതിയ ജില്ലകളുടെ രൂപീകരണത്തിൽ തന്ത്രപരമായ നിലപാടുമായി മുസ്ലിം ലീഗ്. ജനസംഖ്യാനുപാതികമായി ജില്ലാ വിഭജനം നടത്തണം. ജനസംഖ്യ വെച്ച് ജില്ലാ വിഭജനം നടത്തിയാൽ മലപ്പുറത്ത് 3 ജില്ലകൾ ഉണ്ടാകുമെന്ന് PM സലാം. പുതിയ ജില്ലകൾ പിറക്കട്ടെ എന്ന് PK നവാസ് MLA പ്രതികരിച്ചു. മലപ്പുറം വിഭജിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന വിവാദങ്ങളെ മുൻകൂട്ടി കണ്ടാണ് മൂവാറ്റുപുഴ ജില്ലയെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ലീഗ് സ്വാഗതം ചെയ്യുന്നത്. മൂവാറ്റുപുഴ ജില്ലയ്ക്കായി രൂപീകരിക്കുമെന്ന് പറഞ്ഞ കമ്മീഷൻ മറ്റു ജില്ലാ വിഭജന സാധ്യതകളും പരിശോധിക്കുമെന്നും PM സലാം പറഞ്ഞു. ജില്ലാ വിഭജന ചർച്ചകളെ പൂർണ്ണമായും തള്ളാതെ CPIM നിലവിലെ അവസ്ഥയിൽ ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലും വേണമെങ്കിൽ ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കാമെന്ന നിലപാടിലാണ് CPIM. പക്ഷേ മൂവാറ്റുപുഴ ജില്ലയെ പുതിയ ജില്ല ആക്കാനുള്ള തീരുമാനത്തിനോടൊന്നും അത്ര കണ്ട് യോജിക്കുന്നുമില്ല. അതേസമയം മതാടിസ്ഥാനത്തിലുള്ള വിഭജനമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് BJPയുടെ നിലപാട്. അതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ എതിർക്കാനാണ് നീക്കം. അതുമാത്രമല്ല, സാമ്പത്തികമായ അധിക ബാധ്യത കൂടി സർക്കാരിനും ജനങ്ങൾക്കും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥയിൽ CPIM ആകട്ടെ BJP ആകട്ടെ ഔദ്യോഗിക നിലപാടുകൾ കൂടുതൽ കരുത്തോടെ പറയുന്നത് അവരുടെ ഔദ്യോഗിക യോഗങ്ങൾക്ക് ശേഷമാകും. മാത്രവുമല്ല, സർക്കാർ കൂടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടിയും വരും. സഹപാഠിയായ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട ടെലികമ്മ്യൂണിക്കേഷൻ SI റോബിൻ വർഗീസിനെതിരെ കേസ്. കൊട്ടാരക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സൗഹൃദ സംഭാഷണത്തിനായി അടുത്തുകൂടിയ SI പിന്നീട് ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ വീട്ടമ്മ സൂചിപ്പിച്ചിരുന്നത്. പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതിനെ തുടർന്ന് SP-ക്കടക്കം നൽകിയ പരാതിക്ക് പിന്നാലെയാണ് വീട്ടമ്മയുടെ പരാതിയിൽ SIക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകം. ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. ഓഫീസിന് മുന്നിലെ ഗേറ്റുകളെല്ലാം അടച്ച് പോലീസ് പ്രതിരോധം തീർത്തെങ്കിലും എല്ലാം മറികടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവിഷൻ ഓഫീസിലേക്ക് ഇരച്ചുകയറി. 2 മണിക്കൂറിലധികം ഓഫീസിന് മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചു. പിന്നാലെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഡിവിഷൻ ഓഫീസിലേക്ക് ഇരച്ചുകയറിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തിരുവോണനാളിൽ UDF MPമാരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരവും നടത്തും. വിഭജനത്തിനെതിരെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇതാദ്യമായാണ് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനം പ്രതിഷേധത്തിന്റെ ചൂടറിയുന്നത്. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്കിടെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ഉത്രാട ദിനമായ നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. തിരുവോണത്തിന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28 വരെ നേരിയതോ മിതമോ ആയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ CPM കേന്ദ്ര നേതൃത്വം ഇടപെടില്ല. സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം CPI കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ ഇടപെടുന്നു. പിണറായി വിജയന്റെ പരസ്യ പ്രസ്താവന CPI മുന്നണിക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെടുത്തി. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമല്ലാതെ മറ്റൊരു സമവായത്തിനുമില്ല. LDF മുന്നണിയിൽ ചർച്ച ചെയ്യാത്ത വിഷയം, ഉഭയകക്ഷി ചർച്ചയിലിരിക്കുന്ന വിഷയം പ്രതിപക്ഷ നേതാവ് പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ രാഷ്ട്രീയപരമായി ചെറുതായെന്നും വിമർശനം. ചെന്നൈക്കടുത്ത പരന്തൂരിലെ വിമാനത്താവള പദ്ധതി റദ്ദാക്കുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. കർഷകരെ കുടിയൊഴിപ്പിച്ചുള്ള വികസനം വേണ്ടെന്ന് വിജയ് നിയമസഭയിൽ. കാഞ്ചീപുരം ജില്ലയിലെ ശ്രീപെരുമ്പത്തൂരിനടുത്ത പരന്തൂരിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയാണ് ഉപേക്ഷിക്കുന്നത്. 11 ഗ്രാമങ്ങളെയും ആയിരക്കണക്കിന് കർഷകരെയും കുടിയൊഴിപ്പിച്ച് വിമാനത്താവളം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. DMK സർക്കാരാണ് പരന്തൂരിൽ വിമാനത്താവള പദ്ധതിക്ക് രൂപം നൽകിയത്. അതിനായി 4800ഓളം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു. പദ്ധതിക്കെതിരെ പരന്തൂരിലെ കർഷകർ ഏറെക്കാലത്തായി സമരത്തിലായിരുന്നു.
കർഷകരുടെ വികാരം ഉൾക്കൊണ്ടാണ് സർക്കാർ പദ്ധതി ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചത്. സഭയിൽ ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് DMK ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. കണ്ണൂർ കല്യാശ്ശേരിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം 35ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പാപ്പിനിശ്ശേരിയിലെയും കണ്ണൂരിലെയും ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരം. തളിപ്പറമ്പ് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം വ്യക്തമല്ല. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് CPM നേതാക്കളെ കൂടി പ്രതിയാക്കി കേസെടുക്കാൻ ED നീക്കം. പോലീസ് വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസെടുക്കാൻ തടസ്സമില്ലെന്ന് EDക്ക് നിയമോപദേശം ലഭിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അനുമതി കൂടി ലഭിച്ചാൽ കേസെടുത്ത് CPM നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. പോലീസ് അന്വേഷണവും അട്ടിമറിക്കപ്പെടുന്നുവെന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ED സ്വമേധയാ കേസെടുക്കാൻ ഒരുങ്ങുന്നത്. വധശ്രമം അടിസ്ഥാന കുറ്റകൃത്യമായി പരിഗണിച്ച് EDക്ക് കേസെടുക്കാൻ മറ്റ് തടസ്സങ്ങളില്ല. വധശ്രമത്തിൽ കേസെടുക്കാമെങ്കിലും ആ കുറ്റകൃത്യത്തിലൂടെ സാമ്പത്തിക നേട്ടമോ കള്ളപ്പണമിടപാടോ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കേസ് നിലനിൽക്കൂ. ഇവിടെ ഇക്കാര്യം എങ്ങനെ ED ഉറപ്പിക്കുമെന്നതാണ് വെല്ലുവിളി. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി PV അൻവർ. തോൽവിക്ക് കാരണം ചേർത്ത് നിർത്തിയവർ തന്നെ. അൻവർ വിജയിച്ചാൽ ബേപ്പൂരിന് സമ്മാനമുണ്ടെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. ഇത് മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെടുത്തിയോ എന്ന് പരിശോധിക്കണം. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചെന്ന് PV അൻവറിന്റെ FB പോസ്റ്റ്. 102 സീറ്റിന്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDFനെ പ്രാപ്തമാക്കിയത് താൻ നടത്തിയ പോരാട്ടമെന്നും അവകാശവാദം. കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ബഹുഭൂരിപക്ഷം പേരും വിജയിച്ചത് താൻ കാരണമെന്ന് PV അൻവർ. മലർന്നു കിടന്ന് തുപ്പുന്നവർ ഭാവിയിൽ സഹകരിക്കാൻ തയ്യാറാവുന്നവർക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വ്യക്തമാക്കണം. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ മുഴുവൻ സീറ്റിലും ജയിക്കാമായിരുന്നെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ പരാമർശം. ചാലിയാർ പുഴയിൽ അനധികൃത മണലൂറ്റ. പോലീസ് എത്തിയതോടെ ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർ മുങ്ങി. കോഴിക്കോട് മാവൂർ കൽപ്പള്ളി കടവിലാണ് സംഭവം. മണൽ തോണിൽ നിന്ന് ലോറിയിലേക്ക് കയറ്റിയ ശേഷമാണ് പോലീസ് സംഘം എത്തിയത്. മണലുമായി എത്തിയ സംഘവും തോണി തുഴഞ്ഞ് പുഴയുടെ മറുകരയിലേക്ക് കടന്നു കളഞ്ഞു. മണൽ കയറ്റിയ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോറി മാവൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് മാറ്റി. ഓണം അടുത്തതോടെ പോലീസിന്റെ തിരക്ക് മുതലെടുത്താണ് വ്യാപക മണലൂറ്റെന്ന് പോലീസ് നീക്കം നിരീക്ഷിക്കാൻ ആളെ നിർത്തിയാണ് മണൽക്കടത്ത് സംഘത്തിന്റെ പ്രവർത്തനമെന്നും കണ്ടെത്തൽ. അനധികൃത മണൽക്കടത്തിനെതിരെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് മാവൂർ പോലീസ് അറിയിച്ചു. വഖഫ് വിഷയത്തിൽ ഉമർ ഫൈസിയുടെ പ്രസ്താവനകളെ അവഗണിക്കാൻ ലീഗ് നേതൃത്വം. ഉമർ ഫൈസിയുടെ പരാമർശങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് PMA സലാമിന്റെ പ്രതികരണം. CPM മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് സെമിനാറിലാണ് പിണറായി വിജയനെ പുകഴ്ത്തിയും ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ചും ഉമർ ഫൈസി മുഖം രംഗത്തെത്തിയത്. സ്വയം സഖാവെന്ന് വിശേഷിപ്പിച്ച ഉമർ ഫൈസിയുടെ പ്രസംഗം വലിയ വിവാദമായിരുന്നു. ഉമർ ഫൈസിക്കെതിരെ രൂക്ഷ വിമർശനവുമായി KP നൗഷാദ് അലി MLA രംഗത്തെത്തി. മുഷാവറാംഗമായ പണ്ഡിതൻ പച്ച നുണ പറയരുതെന്നും KP നൗഷാദ് അലി. ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങി സമസ്തയിലെ ലീഗ് അനുകൂല ചേരി. തൃശൂർ മുതുവറയിൽ ടൂറിസ്റ്റ് ബസ് പോസ്റ്റിലിടിച്ച അപകടം. പുലർച്ചെയാണ് അപകടം നടന്നത്. കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ 3 പേർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. അക്രമകാരികളായിട്ടുള്ള തെരുവുനായകളെ ദയാവധം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിക്കണം. ദയാവധം ചെയ്യുന്നതിന് മുന്നേ തന്നെ നായകളെ 3 ദിവസം സംരക്ഷിക്കണം. അതിൽ താല്പര്യമുള്ളവർക്ക് നായകളെ വളർത്താനായി വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. യന്ത്രം ഉപയോഗിച്ച് ദയാവധം ചെയ്യാൻ പാടില്ല. മരുന്ന് കുത്തിവെച്ച് വേണം ദയാവധം നടപ്പിലാക്കേണ്ടത്. വെറ്ററിനറി സർജന്റെ സാന്നിധ്യത്തിൽ മാത്രം ദയാവധം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം. വയനാട് കബനിപ്പുഴയിൽ കാണാതായ വെട്ടത്തൂർ ഉന്നതി സ്വദേശി ചന്ദ്രന് വേണ്ടിയുള്ള 2ാം ദിവസത്തെ തെരച്ചിലും വിഫലം. ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരുമാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ശക്തമായ അടിയൊഴുക്കാണ് തിരച്ചിലിന് പ്രതിസന്ധിയാകുന്നത്. കുട്ടത്തോണിയിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടെ ഇന്നലെയായിരുന്നു അപകടം. ഫയർഫോഴ്സ് സംഘം ഇന്നലെയും തെരച്ചിൽ നടത്തിയിരുന്നു. വനയോരത്താണ് വെട്ടത്തൂർ ഉന്നതി. പലപ്പോഴും ഈ മേഖലയിൽ ഉള്ളവർ കുട്ടത്തോണിയെ ആശ്രയിച്ചാണ് മറുഭാഗത്തേക്ക് കടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം കനകക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, K മുരളീധരൻ, CP ജോൺ തുടങ്ങിയവരും പങ്കെടുത്തു. ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340-ലേറെ കലാപരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. 3000-ഓളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും എത്തും. ഇതിനു പുറമെ വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്.
ഇറാൻ സൗദി ബന്ധം മെച്ചപ്പെടുത്താൻ മധ്യസ്ഥ നീക്കവുമായി ഇറാഖ്. ഇരു രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി സംയുക്ത സുരക്ഷാ കൗൺസിൽ രൂപീകരിക്കണമെന്നാണ് ബാഗ്ദാദിന്റെ നിർദ്ദേശം. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിശ്വാസക്കുറവും പരിഹരിക്കുകയാണ് ലക്ഷ്യം. ഇറാഖ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖാസിം അൽ അറജിയാണ് നിർദ്ദേശം ഇറാന്റെയും സൗദി അറേബ്യയുടെയും നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇരു രാജ്യങ്ങളും ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോമിനെതിരെ പരിഹാസവുമായി യുവജനക്ഷേമ മന്ത്രി ഒ.ജെ. ജനീഷ്. വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് കേട്ടാൽ അറയ്ക്കുന്ന മുദ്രാവാക്യം വിളിക്കരുതെന്ന മന്ത്രി. വനിതാ പ്രസിഡന്റ് എന്ന ഡിവൈഎഫ്ഐയുടെ തീരുമാനം സ്വാഗതാർഹം. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾക്ക് മാതൃകയാക്കാവുന്നതാണ് നടപടിയെന്നും ഒ.ജെ. ജനീഷ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. 6 കാട്ടാനകളും 2 കുട്ടിയാനകളുമാണ് സ്ഥലത്ത് ജനങ്ങൾക്ക് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. സർക്കാരിന്റെ തേക്കിൻ തൈ തോട്ടത്തിലടക്കം വലിയ നാശനഷ്ടം ആനകൾ ഉണ്ടാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം വനപാലകരുടെ ഭാഗത്തുനിന്ന് യഥാവിധി നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ് തമിഴ്നാട്ടിലെ TVK സർക്കാർ. പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നായ സൗജന്യ ഗ്യാസ് സിലിണ്ടർ പദ്ധതിയിലെ ആദ്യഘട്ടം പൊങ്കൽ മുതൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയിൽ അറിയിച്ചു. 2.5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് 6 സിലിണ്ടറുകൾ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. അതിൽ ആദ്യഘട്ടമായി 3 സിലിണ്ടറുകൾ പൊങ്കലിന് നൽകുമെന്ന് പ്രഖ്യാപനം. സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇത് സഹായിക്കുമെന്നാണ് വിജയ് നിയമസഭയിൽ അറിയിച്ചത്. അന്നപൂരണി പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യ ഗ്യാസ് സിലിണ്ടർ പദ്ധതി നടപ്പിലാക്കുക. തിരുവനന്തപുരം അരുവിക്കര പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഡ്യൂട്ടിയിൽ മദ്യപിച്ചെത്തിയ 2 പോലീസുകാരെയും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ഒരാളെയുമാണ് സസ്പെൻഡ് ചെയ്തത്. SP പ്രശാന്തൻ കാണിയുടെ മിന്നൽ പരിശോധനയ്ക്കിടെയാണ് അച്ചടക്ക ലംഘനം കണ്ടെത്തിയത്. അരുവിക്കര സ്റ്റേഷൻ CPO പ്രശാന്ത്, അച്യുത് ശങ്കർ എന്നിവരെയാണ് മദ്യപിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. വൈദ്യപരിശോധന നടത്തുമെന്ന് മനസ്സിലാക്കിയതോടെ പരിശോധനയ്ക്കിടെ ഇവർ ഇറങ്ങിയോടി. ഡ്യൂട്ടി സമയത്ത് വിട്ടുനിന്ന CPO അനിൽകുമാറിനെതിരെയും നടപടിയെടുത്തു. കുട്ടികളുടെ എണ്ണത്തിൽ തട്ടിപ്പ്. കണ്ണൂരിലെ 16 സ്കൂളുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം. കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി അധ്യാപക തസ്തികകൾ നിലനിർത്താനാണ് തട്ടിപ്പ് നടത്തിയത്. സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുക്കാനുള്ള അനുമതിക്കായി സർക്കാരിനെ സമീപിച്ച് വിജിലൻസ്. കേസിൽ ക്ലാസ് ടീച്ചർമാരും അധ്യാപകരും പ്രതികളാകും. തിരുവനന്തപുരം പൂജപ്പുര ജില്ലാ ജയിലിൽ ജയിൽ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജയിൽ DGP. ജയിൽ DIG ആണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക. പരിക്കേറ്റ് ശ്രീജിത്ത് എന്ന ഉദ്യോഗസ്ഥനടക്കം ആരും തന്നെ ഇതുവരെ ഔദ്യോഗികമായി പരാതി നൽകുകയോ പരാതി പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു DGP. കോൺഗ്രസ് അനുകൂല സംഘടനയും CPM അനുകൂല സംഘടനയിലെ നേതാക്കളുമാണ് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടത്. DJ പാർട്ടി അടക്കം ഓണാഘോഷ പരിപാടിക്കിടെയായിരുന്നു സംഭവം നടന്നത്. ഇതിൽ പരിക്കേറ്റ ശ്രീജിത്ത് എന്ന ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. വിമർശനങ്ങൾക്കൊടുവിൽ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനയ്ക്ക് സസ്പെൻഷൻ. ഹൈക്കോടതി വിമർശനത്തെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിമർശനങ്ങൾക്കൊടുവിലാണ് സർക്കാരിന്റെ തീരുമാനം. വയനാട് ഇലക്ഷൻ എസ്റ്റേറ്റിൽ വേറിട്ട പ്രതിഷേധം. ചെളി നിറഞ്ഞ റോഡിൽ പൂക്കളമിട്ടും ഫുട്ബോൾ തട്ടിയും പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ ചെളി നിറഞ്ഞത് നീക്കം ചെയ്തില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം. വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്ന് നാട്ടുകാർ. പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം. ടൗൺഷിപ്പ് നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. റോഡിൽ മെറ്റലടിച്ച് പ്രശ്നപരിഹാരം തുടങ്ങി കരാർ കമ്പനി. കൊല്ലം അച്ചൻകോവിൽ വൈദ്യുതി ലൈൻ തകർത്ത് മുന്നോട്ട് പോയ ലോറിയുടെ ദൃശ്യങ്ങളെടുത്ത KCB ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. അച്ചൻകോവിൽ സെക്ഷൻ ഓഫീസിലെ സുനിത്ത്, മനോജ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ഹിറ്റാച്ചി കയറ്റിക്കൊണ്ട് പോയ ലോറി വൈദ്യുതി ലൈൻ തകർത്തത് നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെത്തി ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ലോറിയുടെ ഡ്രൈവറും ഹിറ്റാച്ചി ഡ്രൈവറും ചേർന്ന് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അച്ചൻകോവിൽ പോലീസ് കേസെടുത്തു.
കൊച്ചിയിൽ MDMAയുമായി എക്സൈസിന്റെ പിടിയിലായത് വൈറ്റ് കോളർ ലഹരി സംഘത്തിലെ മുഖ്യ കണ്ണി. സ്ത്രീകളടക്കം കണ്ണികളായ ലഹരി മാഫിയ സംഘം ഓരോ ആഴ്ചയിലും കൊച്ചിയിൽ വിതരണം ചെയ്തിരുന്നത് 1/2 കോടിയുടെ ലഹരി മരുന്ന്. ഡൽഹിയിൽ നിന്ന് എല്ലാ മാസവും ആഡംബര കാറുകളിൽ രഹസ്യറയിൽ ഒളിപ്പിച്ചായിരുന്നു തിരുവല്ല സ്വദേശി വരുൺ ദേവിന്റെ നേതൃത്വത്തിലുള്ള ലഹരിക്കടത്ത്. കൊച്ചിയിൽ സമീപകാലത്ത് വലിയ അളവിൽ MDMA പിടികൂടിയ കേസുകളിൽ മുഖ്യ വിതരണക്കാരൻ തിരുവല്ല സ്വദേശിയാണെന്ന് സൂചനയുണ്ടായിരുന്നു. തിരുവല്ല സ്വദേശിയായ വരുൺ ദേവാണ് കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാർക്ക് MDMA എത്തിച്ചു നൽകിയിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും തിരുവല്ലയിൽ നിന്ന് കൊച്ചിയിലെത്തി വരുൺ MDMA കൈമാറും. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ഇനി ഡീലക്സ് എക്സ്പ്രസ് ബസ്സുകളിലും സൗജന്യമായി യാത്ര ചെയ്യാം. വെട്രിപ്പയനം പദ്ധതിയുടെ അടുത്ത ഘട്ടം മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. നിലവിൽ തമിഴ്നാട്ടിലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരുന്നത്. തുടക്കത്തിൽ ഇത് നഗരങ്ങളിൽ മാത്രമായിരിക്കും നടപ്പിലാക്കുക. താമസിയാതെ ഗ്രാമങ്ങളിലും ഹൈറേഞ്ചിലും സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് വിജയ് സഭയിൽ പറഞ്ഞു. സ്വിഗ്ഗി ഓടുന്നതിനിടയിൽ അപകടമുണ്ടായി കാല് മുറിച്ചു മാറ്റേണ്ടി വന്ന യുവതിക്ക് സ്വിഗ്ഗി കൃത്യമായ നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് പരാതി. കന്യാകുമാരി മാങ്കോട് സ്വദേശി അനീഷയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 2023 ഡിസംബർ 23-നാണ് അനീഷയ്ക്ക് പേരൂർക്കടയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്. സ്വിഗ്ഗി ഓടുന്നതിനിടയിൽ അനീഷയെ പുറകിൽ നിന്ന് ടിപ്പർ വന്നിടിക്കുകയായിരുന്നു. പിന്നാലെ പ്ലാസ്റ്റിക് സർജറി ചെയ്തെങ്കിലും 2.5 വർഷമായി ചികിത്സ മുടങ്ങിയതിനെ തുടർന്ന് കാലിൽ പഴുപ്പ് വന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഓഗസ്റ്റ് 11-ന് ഇടതുകാൽ മുറിച്ചു മാറ്റിയ യുവതി ബില്ലടക്കാൻ പണം ഇല്ലാത്തതിനെ തുടർന്ന് മാർത്താണ്ഡത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ്. സ്വിഗ്ഗി ജീവനക്കാർ സമരം ചെയ്തതിനെ തുടർന്നാണ് അനീഷയ്ക്ക് പ്ലാസ്റ്റിക് സർജറിക്കുള്ള തുക സ്വിഗ്ഗി നൽകിയത്. എന്നാൽ പിന്നീട് തുടർ ചികിത്സയ്ക്കുള്ള പണം ആവശ്യപ്പെട്ടിട്ടും കമ്പനി നൽകാൻ തയ്യാറായില്ല. നെഹ്റു ട്രോഫി ജലമേളയുടെ ദിവസം യുവാക്കളെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു പോലീസ്. ആലപ്പുഴ നോർത്ത് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്നത് നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. വള്ളംകളി ആവേശത്തിനിടെ ദേഹത്തെ ഛർദ്ദിച്ചു എന്നാരോപിച്ചാണ് കൊലപാതക ശ്രമം നടന്നത്. കത്തിക്കുത്തേറ്റ യുവാക്കൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ്. കണ്ണൂർ പിലാത്തറയിൽ നിർത്തിയിട്ട ലോറിയിലേക്ക് ടാങ്കർ ഇടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ലോറിയുടെ തകരാർ പരിഹരിക്കുന്നതിനിടെയാണ് അപകടം. തകരാർ പരിഹരിക്കുകയായിരുന്ന മെക്കാനിക്കനും സഹായിയുമാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ KSDP റോഡിൽ മണ്ടൂർ പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം. ED കേസ് പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടത്തിയതിനും റീൽസ് ചിത്രീകരിച്ചതിനും നടപടി ഉണ്ടായിരിക്കുന്നു. SHO R പ്രശാന്തിനെ തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെ 6 പോലീസുകാരെ AR ക്യാമ്പിലേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട്. കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണെന്നാണ് ഇതിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളെ ഓണാഘോഷത്തിലേക്ക് ക്ഷണിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ അവസ്ഥയിൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് പ്രാഥമിക റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ അടിയന്തര നടപടി എടുത്തിരിക്കുന്നത്. KSRTC റെക്കോർഡ് കളക്ഷൻ. തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ ദിവസ വരുമാനം 35 ലക്ഷം രൂപ റെക്കോർഡ് കണക്കിട്ടു. 23-ാം തീയതിയുടെ ലിസ്റ്റാണ് പുറത്തു വന്നത്. സെൻട്രൽ ഡിപ്പോയിൽ നിന്നും വന്നു പോകുന്ന ബസ്സുകളുടെ കളക്ഷനാണ് 35 ലക്ഷം രൂപ. നാളുകൾക്ക് ശേഷമാണ് KSRTC റെക്കോർഡ് കളക്ഷൻ വരുന്നത്. പ്രിയദർശിനി സൗജന്യ സർവീസുകൾ വന്നതിന് പിന്നാലെ KSRTCയിലെ വരുമാനം കുറയുമെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തൃശൂർ അരിമ്പൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ എറവിൽ കാർ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. എറവ് കരുവാൻ വളവിന് സമീപം വച്ച കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. റോഡരികിലെ വീട്ടുമതിലിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പു പൈപ്പുകളിലൊന്ന് അപകടത്തിന്റെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർത്ത് ഉള്ളിലേക്ക് തുളച്ചു കയറി. മുൻസീറ്റിലിരുന്ന യുവതിയുടെ ഇടത് നെഞ്ചിലൂടെയാണ് പൈപ്പ് അപ്പുറത്തേക്ക് തുളഞ്ഞു കയറിയത്. അപകടം നടന്നയുടൻ ഓടിയെത്തിയ നാട്ടുകാർ കട്ടർ ഉപയോഗിച്ച് ഇരുമ്പു പൈപ്പിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി. തുടർന്ന് പൈപ്പ് ശരീരത്തിലുള്ള അവസ്ഥയിൽ യുവതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. ഫീസ് ഇറാനിയൻ റിയാലിലോ ടെഹ്റാൻ നിശ്ചയിക്കുന്ന മറ്റൊരു കറൻസിയിലോ അടയ്ക്കണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ എത്ര തുകയാണ് ഈടാക്കുകയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നേരത്തെ അനുമതി നൽകിയ രാജ്യങ്ങളിലെ കപ്പലുകൾക്കാണ് ഫീസ് ബാധകമാവുക. പ്രോട്ടോകോൾ ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ പിഴ ചുമത്തുന്നതിനൊപ്പം കപ്പലുകൾ തടങ്കലിലാക്കാനും പിടിച്ചെടുക്കാനും ഇറാൻ നടപടിയെടുക്കും. സംസ്ഥാനത്ത് റെക്കോർഡ്
റെക്കോർഡ് മദ്യവിൽപ്പന 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വിറ്റത് 239 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇതേ സമയം വിറ്റത് 209 കോടി രൂപയുടെ മദ്യമാണ്. 23 കോടി രൂപയുടെ വർധനവ്. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റുപോയത് പെരിന്തൽമണ്ണ ഔട്ട്ലെറ്റിൽ 90 ലക്ഷം രൂപ മദ്യം വിറ്റു. പിന്നാലെ തിരൂരും ചാലക്കുടിയും. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ പിടിമുറുക്കിയതോടെയാണ് മദ്യത്തിന് വില ഉയർന്നതെന്ന് മറ്റു വിഭാഗം. സംസ്ഥാനത്ത് രാസ സിന്തറ്റിക് ലഹരികൾക്ക് ഒഴുക്ക് തടയാനായെന്നും വിലയിരുത്തൽ. നീലഗിരി, ഗൂഡല്ലൂർ, വിമലഗിരി, പുത്തൂർ വയലിൽ കടുവയിറങ്ങി. തോട്ടം മേഖലയിലാണ് കടുവ ഇറങ്ങിയത്. രണ്ടുപേരെ കൊലപ്പെടുത്തിയ ഓവാലിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. ഇവിടെ കടുവയിറങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഓവാലിയിൽ കൂടും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ച് വനം വകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. രണ്ടുപേരെ കടുവ കൊന്നതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ടിപ്പർ ലോറിക്കടിയിലേക്ക് ചാടിയ യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ പാട്ടുരാക്കൽ ദേവമാതാ സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. യുവാവിന്റെ തലയിലൂടെ ലോറി കയറിയിറങ്ങി. ഇതര സംസ്ഥാനക്കാരനായ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഉച്ചതിരിഞ്ഞ 4:30 സംഭവം. കോഴിക്കോട് കൊടുവള്ളിയിൽ 12 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതികളിൽ ഒരാൾ വിദേശത്തേക്ക് കടന്നു. കോഴിക്കോട് വിമാനത്താവളം വഴി ദുബായിലേക്കാണ് ഇയാൾ പോയത്. കുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കളാണ് മോഷണ ശ്രമം ആരോപിച്ച് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്ത ദിവസമാണ് പ്രതി വിദേശത്തേക്ക് കടന്നത്. പ്രതിയെ തിരിച്ചെത്തിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും പോലീസ് ആരംഭിച്ചു. കേസിലെ മറ്റു 2 പ്രതികൾ കേരളത്തിൽ തന്നെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ഉടനെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ കുട്ടിയെ മർദ്ദിച്ചതിന് ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പെരുമ്പാവൂരിൽ അമിത വേഗതയിലെത്തിയ ടോറസ് ലോറിയടിച്ച് 7 വയസ്സുകാരൻ ദാരുണാന്ത്യം. നെടുങ്ങപ്രയിൽ ബേസിലിന്റെ മകൻ ജോഷുവാണ് മരിച്ചത്. അച്ഛനോടൊപ്പം കടയിൽ പോയി മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വീട്ടിലേക്കെത്താൻ മീറ്ററുകൾ മാത്രമിരിക്കെ ലോറി ജോഷുവയെ ഇടിച്ചിട്ടു. 7 വയസ്സുകാരന്റെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി. നാട്ടുകാർ ഓടിയെത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ടോറസ് ലോറികളുടെ പരക്കമ്പാച്ചിൽ സ്ഥലത്ത് അപകടങ്ങൾ പതിവാണ്. ചെറിയ റോഡിൽ അമിത വേഗതയിലാണ് ടോറസുകൾ സഞ്ചരിക്കുന്നത്. കൈക്കൂലി വാങ്ങി പോലീസുകാരടക്കം നിയമലംഘനങ്ങൾക്ക് കണ്ണടയ്ക്കുന്നുവെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. Big TV, without fear or favor.